ടോവിനോയുടെ ഡാർവിൻ സംവിധാനം ചെയ്ത ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും. ഒരുപക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം അഭ്രപാളികളിൽ ഗംഭീരമായിട്ടുള്ളൊരു ത്രില്ലർ കണ്ടിറങ്ങിയ ആസ്വാദന മികവിലാണ് ഇപ്പോൾ പ്രേക്ഷക സമൂഹം. കണ്ടിറങ്ങുന്നവർക്കൊക്കെയും ഒരുപോലെ ഒരേ അഭിപ്രായമുള്ള ഒരു നല്ല സിനിമ. എസ്.എൻ. സ്വാമിയുടെയൊക്കെ തിരക്കഥ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു കുറ്റാന്വേഷണ ചിത്രത്തിനെ ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധായകൻ കയ്യടി അർഹിക്കുന്നുണ്ട് തന്നെ. ടോവിനോയുടെ 1980കളിലേക്ക് നീണ്ട കാലഘട്ടത്തിലെ 2 കൊലപാതകത്തിൻ്റെ ചുരുളുകൾ ഇടർത്തുന്ന ഒരു കഥ. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് വരെ ഒരു കൊലപാതകവും അതിനുശേഷം മറ്റൊരു കൊലപാതകവും, അതും 6 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകവും അന്വേഷിക്കുന്നൊരു കഥ. 88-90 കാലഘട്ടങ്ങളിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള SI ഇപ്പം നമ്മൾ ഇതുവരെയും കാണുന്ന വലിയൊരു ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറ്റാന്വേഷണ മികവ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിലെ 2 കൊലപാതകികളെ കൃത്യമായി കണ്ടെത്തുന്ന, 2 കൊലപാതകങ്ങളുടെ പിന്നാമ്പുറ കഥകൾ കൃത്യമായി കണ്ടെത്തുന്ന ഒരു ത്രില്ലിംഗ് മോഡിലാണ് സിനിമ ഒരുങ്ങിയിട്ടുള്ളത്. സംവിധായകൻ്റെ ജോലി മുതൽ നമുക്ക് തുടങ്ങാം. സംവിധാനം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇടക്കാലത്ത് നമ്മൾ ഒരുപാട് അന്നയും റസൂലും മുതൽ ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിലൊക്കെ ഒരുപാട് റിയലിസ്റ്റിക് സിനിമകൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സിനിമാറ്റിക് ആയിട്ട് മാറുന്നൊരു കാലഘട്ടം തിരികെയും വന്നതാണ്. വളരെ പെട്ടെന്ന് നമ്മളൊരു തനിമയുള്ള ഒരു യഥാർത്ഥ ഇൻസിഡൻറ്റ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത് പോലെ, നമ്മളെ അതിലൂടെ കൊണ്ടുപോകുന്നത് പോലെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമ കാണാനായി എന്നതാണ് ഇതിൻ്റെ സംവിധാന മികവിൻ്റെ ഏറ്റവും ആദ്യത്തെ മേന്മ. 2, ഒരു നിമിഷം പോലും നമ്മളെ ഈ പറഞ്ഞതുപോലെ ഇതൊരു സീറ്റഡ്ജ് ത്രില്ലറൊന്നുമല്ല, ഇരുന്ന് തള്ളിമറിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയും വേണ്ട. അങ്ങനെ ഒരു ഭയങ്കര ത്രില്ലിങ് അതൊന്നുമല്ല. പക്ഷേ നമ്മൾ ആ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കും, ആ കുറ്റാന്വേഷകനൊപ്പം സഞ്ചരിക്കും. ആ കുറ്റവാളിയെ കണ്ടെത്തുന്നതിനായിട്ട് നമ്മളും ആ അന്വേഷണ ഉദ്യോഗസ്ഥനോടൊപ്പം സഞ്ചരിക്കാൻ തക്കതായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കുമാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കഥയ്ക്കൊപ്പം സഞ്ചരിക്കണമെങ്കിൽ നമ്മളെ എൻഗേജ് ആക്കി നിർത്തുന്നതിൽ സംഗീത സംവിധാനവും, അതിനകത്ത് സംഗീത സംവിധാനം എന്ന് പറയുമ്പോൾ 2 പാട്ടുകളേ ഉള്ളൂ. പക്ഷേ അത് മതി. അതാ സിനിമ ആവശ്യപ്പെടുന്നത് ആ പറഞ്ഞ 2 പാട്ടുകളാണ്. അതിൻ്റെ BGM നമുക്ക് പറയാതെ വയ്യ. തിയേറ്ററിനകത്ത് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരുന്നതിൽ വളരെയേറെ പ്രാധാന്യം വഹിച്ച ഒന്നാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. ഛായാഗ്രാഹകന് പ്രത്യേക കൈയ്യടി കൊടുക്കേണ്ടതുണ്ട്. കാരണം 1980കൾ 90കൾ ആ കാലഘട്ടത്തിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള SIയുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഗതിയെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലേക്ക് പ്രേക്ഷകർ അവർക്കൊപ്പം പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന വിഷ്വൽസ് 100% തനിമയുള്ളതായിരിക്കണമെങ്കിൽ ആ ജോലി വളരെ വ്യക്തമായി ഛായാഗ്രാഹകൻ നിർവഹിച്ചിട്ടുണ്ട്. ഓരോ ഫ്രെയിമും മനോഹരം. ഷോട്ട് ഡിവിഷനെക്കുറിച്ച് എടുത്ത് പറയണം. അതായത് ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് സിനിമ പോകുമ്പോൾ ആ ഒരു ത്രില്ലർ മോഡ് വിടാതെ, അപ്പോൾ എല്ലാ ത്രില്ലർ സിനിമകളും ത്രില്ലർ മോഡ് വിടാറില്ല, പക്ഷേ ഇത് നമ്മളെ കുറച്ചുകൂടി ഒരു പുതുമ നൽകുന്ന, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടില്ലല്ലോ, അല്ലെ ഇത് കൊള്ളാലോ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഷോട്ട് ഡിവിഷൻ സംഭവിച്ചിരിക്കുന്നത്. ഓരോ ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്കുള്ള യാത്ര വളരെ കൃത്യമായി നേരത്തെ പേപ്പർ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. മറ്റൊന്ന്, ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ത്രില്ലർ സിനിമയൊക്കെ ആകുമ്പോൾ യൂത്തിനെ മാത്രമൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്ന ജോണറുമുണ്ട്. അതല്ലാണ്ട് ഫാമിലി ഓഡിയൻസിനെ ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന ഒന്നുമുണ്ട്. എനിക്ക് തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കാനായത് ഫാമിലി ഓഡിയൻസിനും യൂത്ത് ഓറിയൻറ്റഡ് ഓഡിയൻസും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, അതായത് ഒരു കുറ്റം തെളിയിക്കാനുള്ളൊരു സംഗതി കണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ 1 അല്ല 2 കുറ്റങ്ങൾ തെളിയിക്കുന്നിടത്തേക്ക് കഥ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു സിനിമ ഇപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു തിരക്കഥാ മോഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ പറ്റിയത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നവരുമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്, ആദ്യത്തെ ഒരു 20 മിനിറ്റുകൾ പ്രേക്ഷകനെ ഒരു വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം വരുന്ന ഓരോ മിനിറ്റുകളിലും, ഓരോ 20 മിനിറ്റുകളിലും ഒരു പുതുമയോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റോ ടേണോ ഒക്കെ സംഭവിക്കുന്ന സിനിമകളാണ് സൂപ്പർ ഹിറ്റായിട്ട് മാറിയ ചരിത്രമൊക്കെ ഉള്ളത്. ഈ സിനിമയ്ക്ക് ആ ഒരു ഘടനയുണ്ട്. അതായത് ആദ്യ 20 മിനിറ്റുകളിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ സിനിമയെക്കുറിച്ച്, സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. അത് കഴിഞ്ഞ് ഓരോ 20 മിനിറ്റുകൾ കഴിയുന്തോറും നമ്മൾ അറിയാണ്ട് സിനിമ നമ്മളെ കാര്യമായി സ്വാധീനിക്കുകയും നമ്മുടെ ഒരു ആവശ്യമായ തോന്നുകയും ചെയ്യും. ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ പിന്നെ ഒരു കുറ്റം അങ്ങ് തെളിയിക്കുന്നു, അപ്പോൾ തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് കഥ എന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിപ്പിക്കാൻ, അങ്ങനെ ഒരു ത്രില്ല് ഫീൽ ചെയ്യിപ്പിക്കാൻ സിനിമയ്ക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്കാണ് സിനിമ പോകുന്നതെങ്കിലും ഈ പറഞ്ഞ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഒരു ടൈറ്റിലിനോട് 100% നീതി പുലർത്താൻ സിനിമയ്ക്കായി, സിനിമയുടെ മേക്കിങ്ങിനായി, അതിൻ്റെ എഴുത്തിനായി, സംവിധായകനായി എന്നത് പറയാതെ വയ്യ. ഇനി ആ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ മലയാള സിനിമയിൽ കണ്ട് പരിചയമില്ലാത്തൊരു ടൈറ്റിൽ രൂപീകരണ രീതിയാണ് ഈ സിനിമയ്ക്ക്. ഞാൻ ആദ്യം പറഞ്ഞ 20 മിനിറ്റുകളിൽ
എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയാണ്. ആ സിനിമയുടെ ടൈറ്റിൽ പോകുന്നത് വളരെ ക്രിയേറ്റീവായിട്ടാണെങ്കിൽ നമുക്ക് ആ സിനിമയോട് ഒരു താല്പര്യം കൂടും. ഈ സിനിമ കാണാൻ ചെന്നിരുന്നപ്പോൾ മുതലേ നമുക്കങ്ങനെ, അതായത് നമ്മളിപ്പോൾ കണ്ടു പരിചയമുള്ളത് പോലെ ഒരു എഴുതിക്കാണിപ്പ് സെറ്റപ്പ് അല്ല. അതെങ്ങനെ എന്നത് ഞാൻ പറയുന്നില്ല. ഈ സിനിമ നിങ്ങൾ ഏറ്റവും ആദ്യം മുതൽ കാണണം. ഏറ്റവും ആദ്യത്തെ തുടക്കത്തിൻ്റെ ടൈറ്റിൽ അവർ പ്ലാൻ ചെയ്തത് മുതൽ കാണണം. സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് വരെയുള്ള ആ ഒരു 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 കുറച്ച് മിനിറ്റുകൾ, ഒരു 5 6 10 മിനിറ്റിനകത്ത് വരുന്ന ആ ചെറിയൊരു ഗ്യാപ്പ് സിനിമ നിങ്ങളെ ഹുക്ക് ചെയ്യും. അതായത് ഇത് വളരെ ക്രിയേറ്റീവായി ഇന്നൊവേറ്റീവായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നൊരു പ്രോഡക്റ്റാണ് എന്നത് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ ടൈറ്റിലിൻ്റെ വ്യത്യസ്തതയ്ക്കായി എന്ന് പറയാതെ വയ്യ. ഇനി ടോവിനോയുടെ അഭിനയത്തിലേക്ക് വരാം. നമുക്കറിയാവുന്നതുപോലെ അടുത്തിടെയായിട്ട് വളരെ സെലക്റ്റീവായിട്ട് വളരെ കൃത്യമായിട്ട് നോക്കിക്കണ്ടാണ് അദ്ദേഹം ഓരോ സിനിമയും സെലക്ട് ചെയ്യുന്നത് എന്നത് പറയാതെ വയ്യ. ഈ സിനിമയുടെ ഇദ്ദേഹം തിരഞ്ഞെടുത്ത വേഷത്തിൻ്റെ പ്രാധാന്യം എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് നിസ്സഹായനായ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കലി അത്രയും വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ ഒരു കുറ്റാന്വേഷണ വിദഗ്ധനൊന്നുമല്ല, ഒരു സാധാരണ SI, ഒരു സ്റ്റേഷനിലെ ഒരു സാധാരണ SI. അദ്ദേഹത്തിന് ഈ കേസ് ഇദ്ദേഹം ഏതൊക്കെ രീതിയിലൂടെയാണ് തെളിയിക്കുന്നത് എന്നുള്ളതായിരിക്കണം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ടോവിനോയെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. വളരെ സ്വാഭാവികമായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഏച്ചുകെട്ടലുകളില്ലാത്ത ഒരു ഒഴുക്കിൽ കടന്നു പോകുന്ന അഭിനയ ശൈലിയാണ് അദ്ദേഹം പുലർത്തിയത്. അത് അദ്ദേഹം കയ്യടി അറിയിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചവർ സകലമാന പേരും സിനിമയിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടായി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ. അതായത് സിനിമയിൽ വെറുതെ ആർട്ടിസ്റ്റുകളായിട്ട് ഫില്ല് ചെയ്യുക എന്നത് പകരം ആ സിനിമയോട് കൂറ് പുലർത്തുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ആ കഥാപാത്രങ്ങളോട് കൂറ് പുലർത്തുന്ന ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറുടെ ബ്രില്യൻസാണ്. അതെനിക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാനായി. ഡാർവിൻ്റെ ഈ ഒരു വലിയ സ്വപ്നം, അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഉറപ്പായും തിയേറ്റർ വിജയം നേടും എന്നതിൽ സംശയമില്ല. പിന്നെ ഇതൊരു OTT പടമല്ല, ഇതൊരു സാറ്റലൈറ്റ് പടവുമല്ല, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസാണ്. നമ്മൾ തിയേറ്ററിൻ്റെ ആ ഒരു ഇരുളിലിരുന്ന് വെളിച്ചത്തിൽ കാണുന്ന നമ്മുടെ അഡ്രിനാലിൻ റഷിനെ ഇടയ്ക്കൊക്കെ ഒന്ന് കൂട്ടുന്ന, ഇടയ്ക്ക് അതിനെ ഒന്ന് കൺസീൽ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ. നല്ല പടമാണ്. തീർച്ചയായും ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമ. വലിയ വിജയമാകട്ടെ. ഇറങ്ങുന്ന ഓരോ സിനിമകളുടെയും അപ്ഡേറ്റ് നിങ്ങളിലേക്ക് തരാൻ കൗമുദി മൂവീസ് ഇനിയും ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സിനിമ കണ്ടതിന് ശേഷം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.